സുഹൃത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലായ പോക്സോ അതിജീവിത നേരിട്ട അതിക്രൂരമായ പീഡനമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രതി അനൂപ് ചുറ്റിക കൊണ്ട് പലതവണ ആക്രമിച്ചുവെന്നും മർദ്ദിച്ചുവെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോഴും ആ കുട്ടി ജീവന് വേണ്ടി മല്ലടിക്കുകയാണ്. ശനിയാഴ്ച രാത്രി 10 മണിയോടുകൂടിയാണ് പ്രതിയായ അനൂപ് പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്നത്. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന സംശയത്തിൽ വീട്ടിലെത്തിയ പ്രതി പെൺകുട്ടിയുമായി തർക്കത്തിലേർപ്പെട്ടു. തുടർന്ന് അതിക്രൂരമായി മർദ്ദിച്ചു. കൈകൊണ്ടും തല ഭിത്തിയിലിടിപ്പിച്ചും മർദ്ദിച്ച അനൂപ് പെൺകുട്ടിയെ ചുറ്റികയുപയോഗിച്ചും മർദ്ദിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. ഇതിനുശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പെൺകുട്ടിയെ ഷാളറുത്തു നിലത്തിട്ട ശേഷം ശ്വാസം മുട്ടിക്കാനും അനൂപ് ശ്രമിച്ചിരുന്നു. പിന്നീട് പെൺകുട്ടി മരിച്ചു എന്ന ധാരണയിൽ പിറകിലെ മതിൽ ചാടിക്കടന്നാണ് അനൂപ് രക്ഷപ്പെട്ടത്. കൊലപാതക ശ്രമം, വീട്ടിൽ അതിക്രമിച്ചു കയറൽ, ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് പോലീസ് അനൂപിനെതിരെ ചുമത്തിയിരിക്കുന്നത്. മുൻപും അനൂപ് പല കേസുകളിലും പ്രതിയാണ്. അനൂപിനെ സംഭവം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റിക, പെൺകുട്ടി തൂങ്ങിയ വസ്ത്രം, കത്തി എന്നിവ സംഭവസ്ഥലത്ത് നിന്ന് പോലീസ് ശേഖരിച്ചു. റിക്കവർ ചെയ്തത് താഴെയിടാൻ ഉപയോഗിച്ച കത്തി, ചുറ്റിക, അതുപോലെ തന്നെ ഊരി മാറ്റിയ ആ കുട്ടിയുടെ ഡ്രസ്സ് കൈവച്ചിട്ടുള്ളതാണ് മർദ്ദിച്ചിട്ടുള്ളത്. ചുറ്റിവെച്ചും മർദ്ദിച്ചിട്ടുണ്ട്. ദേഹമാസകലം കൺഫ്യൂഷനുണ്ട്, കഴുത്തിലും അടിവയറിലൊക്കെ കൺഫ്യൂഷൻസും ഉണ്ട്. അതേസമയം പ്രതിക്കെതിരെ അയൽവാസികൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കൃത്യമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് അയൽവാസികൾ ആക്ഷേപമുന്നയിച്ചു. ഇയാൾ തന്നെയാണ് സ്ഥിരമായിട്ട് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നയാൾ. മാസ് പെറ്റീഷൻ കൊടുത്തിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ ഉണ്ടായില്ല. അതാണ് വിഷയം. പെൺകുട്ടി ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെന്റിലേറ്റർ സഹായത്തിലാണ് ജീവൻ നിലനിർത്തുന്നത്. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.